എന്താ തലവേനയാ? നെഞ്ചുവേനയാ? ഓ, വയറ്റിൽ വേനയാ? വിശന്നിട്ട് പാടില്ല മാൻ. രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ല. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാമോ? ഞാൻ അസലൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി തരാം. What is this? പാത്രം. No. Stove. ജപ്പാൻകാരന്റെ തലച്ചോറ്. നമ്മളിത് ഈ ബാറ്ററി ഉപയോഗിച്ച് വർക്ക് ചെയ്യിപ്പിക്കും. അയ്യോ, ഈ ലൈറ്റും പോയല്ലോ. ഇനി എന്താ ചെയ്യാ? Don't worry. ഈ ലൈറ്റ് 12 വേറെ ലൈറ്റ്. 2 hours life, 12 hours life. ജപ്പാൻ. ഇതിലാണ് നമ്മൾ വെജിറ്റബിൾസ് കഴുകുന്നത്. ഒരു തക്കാളി, ഒരു ക്യാരറ്റ്, ഒരു സവാള, then water. Wash it fast. ഇതിലാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ബിരിയാണിക്ക് ഏറ്റവും നല്ല അരി ബസുമതി റൈസ്. അത് നമ്മൾ വെള്ളമൊഴിച്ച് കഴുകുന്നു. അരി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ തുടങ്ങാം. അവളിത് എവിടെ പോയി കിടക്കുന്നു? അവള് വൈകി വരുന്നത് ആദ്യമൊന്നും അല്ലല്ലോ. രാധിക ഈ നാട്ടിലൊന്നുമല്ലേ ജോലി ചെയ്യുന്നത്? അവള് ചിലപ്പോ സിനിമയ്ക്ക് പോയിരിക്കും, അല്ലെങ്കിൽ വല്ല കൂട്ടുകാരുടെ വീട്ടിൽ പോയിരിക്കും, ഡിസ്കഷൻ ഒക്കെ ആയിട്ടേ. എന്നാൽ അതൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞൂടെ? കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്തു വെച്ച് വഴിതെറ്റി പോകുന്നവരല്ല എന്റെ മക്കള്. ആ പ്ലേറ്റ് എടുക്കൂ. ഇനി അത് രണ്ടാക്കും. അയ്യോ, പൊട്ടിക്കാനല്ല, അതിന് താഴെയുണ്ട്. നാപ്കിൻ, സ്പൂൺ. ആർത്തി കാണിക്കില്ലേ? ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും അതിന്റെ ശാസ്ത്രീയ രീതിയിൽ തന്നെ കഴിക്കണം. ഒരു വെള്ളരിക്ക, ഒരു സവാള, ഒരു ക്യാരറ്റ്, സലാഡ്. ഹാവ് ഇറ്റ്. താങ്ക് യു. വെൽക്കം. വെള്ളം, വാട്ടർ. താങ്ക് യു. നോ മെൻഷൻ. വേറൊന്നും തോന്നരുത്. തോന്നുമ്പോ കയറി വരികയും തോന്നിയോടത്തൊക്കെ ചുറ്റി നടക്കുകയും ചെയ്യുന്ന ഒരു പെണ്ണ് എന്റെ മരുമകളായിട്ട് വരുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. സ്വന്തം മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾ അത്ര മോഡേണൊന്നുമല്ല. പോവാങ്കിൽ ഇവരെ കണ്ടോണ്ടൊന്നും അല്ലല്ലോ നമ്മൾ മോളെ വളർത്തിയത്. പാമ്പറ. ടൂത്ത് പിക്ക്. താങ്ക് യു. ഇറ്റ്സ് ഓക്കേ. ഓ, ചൂടെടുക്കണ്ടോ? വഴിയുണ്ടാക്കാം. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു ദുശീലമുണ്ട്. കഥ പറയുക, അല്ലെങ്കിൽ കഥ കേൾക്കുക. അങ്ങനെ എന്തെങ്കിലും കഥകൾ കയ്യിലുണ്ടെങ്കിൽ പറയൂ, ഞാൻ കേൾക്കട്ടെ. കഥ അറിയില്ല? വേണ്ട, ഞാൻ എൻ്റെ കഥ പറയാം. അതിൽ കുറച്ച് സസ്പെൻസ് ഉണ്ട്, കുറച്ച് കോമഡി ഉണ്ട്, കുറച്ച് സെന്റിമെന്റ്സ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ത്രില്ലിംഗ് ആണ്.
കഥ പറയാൻ പോകുമ്പോ കോട്ടുവായി ഇടുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുണ്ട്. ഉറക്കം വരുന്നുണ്ടോ? ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. നോ 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 പ്ലീസ്. ലൈറ്റ് ഓഫ് ചെയ്യണ്ട. വേണ്ട. ഇനി ഗുഡ് നൈറ്റ് ഇല്ലാട്ടോ. ഓ അത് ശരി. എന്നെ രക്ഷപ്പെടുത്താൻ ഞാനാ നിങ്ങളുടെ കൈ കെട്ടേണ്ടത്. എന്നോട് സിനിമയ്ക്ക് വരുന്നെന്ന് ചോദിച്ചു. ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ ടോയ്ലറ്റ് പോയി വരുമ്പോഴേക്കും അവള് പോയി. ആ ഓക്കെ. ശംഭോ കൺഫ്യൂഷൻ തീർക്കണം. ഗുഡ് മോർണിംഗ്. നമ്മളിങ്ങനെ ലിഫ്റ്റില് ഒരു രാത്രി ഒരുമിച്ച് കഴിഞ്ഞു എന്ന് പുറത്തിറങ്ങാ പിന്നെ എനിക്കാരും പെണ്ണ് തരില്ല. സി ഐ എം എ ക്രോണിക് ബാച്ചിലർ. നിങ്ങളായിട്ട് എന്റെ ജീവിതം നശിപ്പിക്കരുത് പ്ലീസ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ദയവ് ചെയ്ത് എന്റെ ലൈഫ് വെച്ച് പന്താടരുത്. നിറയെ ആഗ്രഹങ്ങളുള്ള ആളാ. പോയിക്കോട്ടോ. ഇവിടെ ആരും കണ്ടില്ല. ഭാഗ്യം. ആത്മഹത്യ ചെയ്തതായിട്ടൊന്നും കാണുന്നില്ലല്ലോ. അപകട മരണത്തിലും ഇല്ല. പിന്നെ എങ്ങനെയായിരിക്കും ചത്തത്? ഒരു സൈക്കിളുകാരനെ പോലും കാണുന്നില്ലല്ലോ. ചേട്ടാ ഞാനിവിടെ 1 മണിക്കൂറായി നോക്കൂത്തി പോലെ നിൽക്കാൻ തുടങ്ങിട്ട്. ഇതിലൊരു വണ്ടി പറഞ്ഞില്ല. ഇന്ന് ഹർത്താലാ. ബന്ധിരവരപ്പ് എങ്ങനെയാ? അയ്യോ ചേട്ടൻ എന്നെ ഒരു സ്ഥലം വരെ ഡ്രോപ്പ് ചെയ്യോ? കാശ് എത്ര വേണം തരാം? ബുദ്ധിമുട്ടാവും. അയ്യോ അങ്ങനെ പറയരുത്. ആ ശരി കേറ്. താങ്ക് യു. ഗോപാലകൃഷ്ണന്റെ ഡെഡ് ബോഡി വന്നേ. ഗോപാലകൃഷ്ണന്റെ ഡെഡ് ബോഡി വന്നേ. ഗോപാലകൃഷ്ണന്റെ ഡെഡ് ബോഡി വന്നേ. എങ്ങോട്ടാ? ഗോപാലകൃഷ്ണൻ ആദ്യം നീ വേഷം മാറ. ചെല്ലേ. അന്ന് പേപ്പർ വായിച്ചില്ലേ? ഒരു ഡോക്ടർ ഓമന ഒരാളെ കഷ്ടം കഷ്ടം കഷ്ടമാക്കി നുറുക്കി സൂട്ട് കേസിലാക്കി അയച്ചത്. അതുപോലെയാ ഇത്. ഗോപാലകൃഷ്ണൻ ഇന്നലെ നീ എവിടെയായിരുന്നു? ഒന്നും പറയണ്ട. പറ്റില്ലല്ലോ ഗോപാലകൃഷ്ണ. ഫോൺ ചെയ്യാമായിരുന്നില്ലേ ഗോപാലകൃഷ്ണ? കിട്ടണ്ടേ? ഇന്നലെ ഒരു ദിവസം എന്നെ കാണാതായപ്പോ നിങ്ങൾ ഇത്രമാത്രം ടെൻഷൻ അടിച്ചെങ്കിൽ ഇനി ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. ഇവനെ ഇവിടുന്ന് കെട്ടിച്ചില്ലെങ്കിൽ പിന്നെ ഇവിടെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അവിടെ നിക്കേ. ഇന്നലെ നീ എവിടെയായിരുന്നു? ലിഫ്റ്റില്. ലിഫ്റ്റിലോ? ആ കറണ്ട് പോയ പിന്നെ എന്ത് ചെയ്യാനാ? ഇന്ന് രാവിലെ പവർ വന്നത്. ലിഫ്റ്റിൽ നീ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ? കൂടെ ഒരാളും ഉണ്ടായിരുന്നു. ആണോ പെണ്ണോ? ആണ്. അവൻ കല്യാണം കഴിച്ചവനെയോ കഴിക്കാത്തവനെയോ? ഞാൻ ചോദിച്ചില്ല. ഇന്നലെ നിന്റെ അച്ഛൻ ഫോൺ ചെയ്തപ്പോ ഞാൻ സത്യത്തിൽ പേടിച്ചു പോയി. എന്തിനെന്നോ? എന്റെ വീട്ടിലാണെങ്കിൽ എന്നെ കൊന്നു തന്നെ. ആ അത് പോട്ടെ. രാത്രി മുഴുവൻ ലിഫ്റ്റിലുണ്ടായിട്ടും അയാൾ നിന്നെ ശല്യമൊന്നും ചെയ്തില്ലേ? ഇല്ല. എങ്കിലയാൾ ഒരാളല്ലെന്ന് എനിക്ക് തോന്നണേ. ആരടല്ല പുറകെ തള്ളുന്നത്? സാർ എന്തേ കാണിക്കണേ? മറ്റുള്ളവർ കണ്ട വളരെ മോശമല്ലേ സാറേ ഇത്? സാറില്ല ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വരാൻ തോന്നരുതേ ഗോപാലകൃഷ്ണ. ഇങ്ങോട്ട് വരുന്നേ. ഒരു കൂട്ടും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോകും. പോഴ്സ് സാറേ, നിന്നെ നാണുണ്ടോ? എനിക്ക് കാശ് കണക്ക് കഴിഞ്ഞ് വാങ്ങിയതല്ലേ. എത്ര നാളായിടോ തന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് ആ ലെവലാതി.
പെണ്ണും പിള്ളം കൂട്ടിക്കൊണ്ട് അമ്പലം നിറങ്ങുന്ന ഓവർസിയറെ കാണുമൊക്കെ ബാറിൽ പോയിട്ട് നക്കാറില്ലേടോ. എന്നിട്ട് കാര്യം ശരിയാക്കി തരാം ഇവിടെ. ഇനി എനിക്ക് എന്റെ കാശ് കിട്ടാ മതിയാ. താനെന്ന് എന്താടോ പറഞ്ഞത്? ഏയ്, എന്താടോ പോടാ. എടാ പട്ടി. മൂക്കറ്റം കുടിച്ച് എന്താ ആഭാസത്തരം കാണിച്ച് ചോദിക്കാൻ ആളില്ലെന്ന് കരുതിയോ? നടുറോട്ടി കിടന്ന് ബഹളം ഉണ്ടാക്കിയുള്ള ശിക്ഷ എന്താണെന്ന് എനിക്കറിയോ? പോലീസ് ആക്ട് 51. അതെന്താണെന്ന് അറിയാൻ പാടില്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണോ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ അവരെ വീട്ടിൽ ചെന്ന് പറയണം. അല്ലാതെ പൊതുവഴിയിൽ വെച്ച് പെണ്ണുങ്ങൾ കൂടെയുള്ള സമയത്ത് പോക്കൃതം കാണിച്ചിട്ടുണ്ടല്ലോ, പിടിച്ച പോലീസ് ലഭിക്കും. പോടോ, പോ 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 അങ്ങോട്ട് പോടോ. താൻ നിന്ന് ആറങ്ങട് എടാ പോടാ. അല്ല എന്താ സാറേ ഇത്? വല്ല ഒരു കാര്യമില്ലെന്ന് വെറുതെ മദ്യവെച്ച് പാടില്ലാക്ക. സാറൂട്ടും പുറകിലൊന്നും അല്ല. ഇപ്പൊ മനസ്സിലായല്ലോ. കുടിയന്മാര് കുടിക്കാത്ത സമയത്താ കുടിച്ചു കൂത്താടുന്നവരെ കാണുമ്പോ കള്ളുകുടിയുടെ മോശവശങ്ങൾ മനസ്സിലാക്കുന്നത്. സാറുണ്ടല്ലോ, ഇവരെക്കാളും മോശ കള്ളുടിച്ചു കഴിഞ്ഞാ. ആണോ? ആ ഭയങ്കര ബോറാ. തുപ്പുക, ഛർദിക്കുക. ചേച്ചി നിൽക്കണോ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട സാർ. അറ്റ്ലീസ്റ്റ് വീട്ടിലുള്ളവരെ കുറിച്ചൊന്ന് ആലോചിക്കുക. ചേച്ചി, കുട്ടി, തറവാട്ടി പറഞ്ഞവർക്ക് പറ്റിയതല്ല സാറേ കള്ളുടി. നിർത്തണമെന്ന് ഞാൻ കുറെ കാലമായിട്ട് വിചാരിക്ക, കഴിയണില്ല. 6 മണിയാകുമ്പോ കൈ ഇങ്ങനെ വരയ്ക്കാൻ തുടങ്ങും. അതൊക്കെ സാറിന്റെ വെറും തോന്നലുകളാ. സാറ് വിചാരിച്ചു കഴിഞ്ഞാൽ നിർത്താൻ പറ്റും. എങ്ങനെ? ഒരു ഡോക്ടറെ കാണിക്കണം. ആ. അതിനുള്ള അഡ്രസ് ഞാൻ പറഞ്ഞുതരാം. ആ ഗോപാലകൃഷ്ണൻ സത്യത്തിൽ നമുക്കൊക്കെ ഒരു അനുഗ്രഹം. അവൻ പറഞ്ഞോണ്ട് മാത്രം അദ്ദേഹം കള്ളൂടി നിർത്തിയേ. എന്റെ വീട്ടിലെ പ്രശ്നം ഗോപാലകൃഷ്ണന്റെ അടുത്ത് പറഞ്ഞാലോ? അവൻ എന്തെങ്കിലും പ്രതിവിധി കാണിച്ചു തരാതിരിക്കില്ല. ആ എന്താ? അകത്തേക്ക് വാ. അകത്തേക്കോ? എന്തിന്? എനിക്ക് ഗോപാലകൃഷ്ണനോട് ഒരു കാര്യം പറയണം. അതിവിടെ ഒന്നും പറയാലോ. അതങ്ങനെ പരസ്യമായിട്ട് പറയാൻ പറ്റൂല. വാ വാ, അകത്തേക്ക് വാ. അതെ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ പറയണ്ട. എന്നാ നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. അയ്യേ, എന്താ? ദയവ് ചെയ്ത് എന്നെ അങ്ങനെ കാണരുത്. അയ്യോ, അതല്ലട പൊട്ടാ. ഇങ്ങോട്ട് വാ. അയ്യോ, എന്നെ ഇവിടെ ഈശ്വരാ, ആരെങ്കിലും ഇങ്ങോട്ട്. അപ്പൊ അതാണ് പ്രശ്നം അല്ലേ? ഉം. ദിവസവും രാവിലെ 4:30 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് പുള്ളി ആദ്യത്തെ വണ്ടിക്ക് തന്നെ പോവില്ലേ? അതെ, വീട്ടില് ടൈം പീസ് ഉണ്ടാ? ഉണ്ട്. ആ, അങ്ങനെയാണെങ്കിൽ ഇനി അത് വെളുപ്പിന് 3 മണിക്ക് അടിക്കാൻ പാകത്തിന് ശരിക്കൊന്ന് വൈൻഡ് ചെയ്ത് വെച്ചോളൂ. അതെന്തിനാ? ആ സമയത്ത് അലാറം കേട്ട് പുള്ളിക്കാരൻ എഴുന്നേൽക്കും. ആ. പിന്നെ ഉറങ്ങാൻ പറ്റില്ല. ആ, വെളുപ്പിന് 3 മണിയാണേ. അവിടെയാണ് നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അത് പ്രയോഗിക്കേണ്ടത്. മനസ്സിലായില്ല. ഇത്രയിലൊക്കെ ചെക്കൻ എന്തൊക്കെയാ പഠിച്ചു വെച്ചേക്കണ കണ്ടില്ലേ? കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഇത്തിരിയില്ലാത്ത ചെക്കനാ. അത് കൊള്ളാലോ. ഉം? 3 മണിയോ? ഇതാരാ 3 മണിക്ക് അലാറം വെച്ചത്? 2 മണിക്കൂറുണ്ടല്ലോ. ഛേ, തൂക്കം പോയി. ആഹാ, ആനന്ദ് ഇവിടെ ഉണ്ടായിരുന്നോ? എന്നിട്ട് കുറച്ചു ദിവസം പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ. അത് ആ, എന്താണ് ആകെ ഒരു മാറ്റം? ഇങ്ങ് വാ, ചെവിയില് പറയാം.
എന്നാലും എന്റെ ഗോപാലകൃഷ്ണ, നിന്റെ ഈ കൊച്ചു തലയ്ക്കകത്ത് ഇത്രയും വിവരം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇവളുടെ ഹസ്ബൻഡ് ആളങ്ങ് മാറിപ്പോയില്ലേ, കണ്ടാ പോലും തിരിച്ചറിയില്ല. ഈ ഫ്ലാറ്റിലെ പുള്ളിക്കാരനെ മാത്രമേ കാണാത്തുള്ളൂ. അതെങ്ങനെയാ? രാത്രി 12 മണിക്കല്ലേ വരണത്, വെളുപ്പിന് 5 മണിക്ക് പോവുകയും ചെയ്യും. അതൊക്കെ പണ്ട്. ഇപ്പൊ കടയും വേണ്ട കച്ചവടം വേണ്ടെന്നായില്ലേ, എപ്പോഴും വീട്ടിൽ തന്നെയാ. ഓ അത് ശരി. എന്നാ പിന്നെ എനിക്കൊന്ന് പരിചയപ്പെടാലോ. ഇപ്പൊ ഇവിടെ ഇല്ല. അയ്യോ, പിന്നെ കച്ചവടത്തിന് പോയോ? അയ്യോ അതല്ല, പുതിയ TV വാങ്ങാൻ പോയിരിക്കുക. എന്റെ കർത്താവേ, ഈ കോലം കണ്ടില്ലയോ? പണ്ട് എന്തൊരു ഐശ്വര്യമായിരുന്നു ആ പാണ്ടിക്കുറിയും കായസഞ്ചിയും തൂക്കിയുള്ള പോക്ക്. എന്റെ ഗോപാലകൃഷ്ണ. ഹലോ ഹലോ, ഞാനിവിടെ ഈ ടിവിയിലെ പ്രോഗ്രാം ചെയ്യാൻ ലെറ്റർ വന്നു. ഞാനല്ലേ ലെറ്റർ അയച്ചത്. കം. ഈ കുട്ടി ആ ഇവിടുത്തെ പ്രൊഡ്യൂസർ ആയിരിക്കോ? അതെവിടെ പോയി? ഞാനിവിടെ ഉണ്ട്. മേക്കപ്പ് വേണ്ടേ? അയ്യോ, മേക്കപ്പ് വേണ്ടേ? ഒരു തവണ മേക്കപ്പ് ചെയ്താ എനിക്ക് കോട്ടം നിട്ടാ മതി. ഈ ഷർട്ട് നന്നായിട്ടുണ്ടല്ലോ. ചേട്ടാ നന്നായിട്ടുണ്ടോ? ആ ഓക്കേ, വേണ്ട, ഈ തൊപ്പി ഒന്ന് വെച്ചോട്ടെട്ടോ. ജോക്കർ പോലെ ഉണ്ട്. ഏ, രമ്യ തുടങ്ങാം. ശരി. എക്സ്ക്യൂസ് മീ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഐറ്റംസിന്റെ ഡീറ്റെയിൽസ് വേണ്ടേ? വേണം. ആ. റെഡി, സ്റ്റാർട്ട് ക്യാമറ. റണ്ണിംഗ്. ഓക്കേ, മറിയാമ്പോ പറയണോട്ടോ, അടുത്ത കാലത്തൊന്നും ഓടി ശീലമില്ല. പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ആളെ ഓടിക്കുന്നത് പരിപാടി ഉഷാറാവാനാ. ഇതെന്തായി കാണിക്കുന്നത്? അല്ല, റണ്ണിങ് പറഞ്ഞു, ഓടാൻ പറഞ്ഞു. റണ്ണിംഗ് എന്ന് പറഞ്ഞ ക്യാമറയ്ക്കാ. അപ്പൊ ക്യാമറ ഓടി ഇങ്ങോട്ട് വരുമോ? അല്ല, എനിക്കൊന്നും അറിയില്ല കേട്ടോ. ശരി, തുടങ്ങാം. ഡീറ്റെയിൽസ് പറയണം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പുതിയ ഐറ്റം ബ്രിഞ്ചാൽ ഗുൽഗുൽ ഗുലാബി. ഇതൊരു മുഗൾ, അഫ്ഗാൻ, ഹിന്ദുസ്ഥാനി, രാജസ്ഥാനി കൊളാബറേറ്റഡ് ഫുഡാണ്. നിങ്ങൾ എന്തിനാ എപ്പോഴെപ്പോഴും അങ്ങോട്ട് നോക്കുന്നത്? എനിക്കറിയില്ല, എനിക്ക് ഇവരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കണമെന്ന് തോന്നുക. ഈ പരിപാടി മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരോട് ഇവിടെ വന്ന് ക്യാമറ. ഇതാണോ നീ പറഞ്ഞ ആള്? അയ്യോ, അപ്പൊ അത് മുഴുവൻ പറഞ്ഞു അല്ലേ? ഞാൻ പറഞ്ഞല്ലേ എന്റെ ലൈഫ് വെച്ച് പന്താടരുതെന്ന്. അതല്ല. ഓ, അപ്പൊ പറഞ്ഞില്ലല്ലേ? ഞാൻ പെട്ടെന്ന് ടെൻഷനായി. നിന്റെ ആളെ നീ തന്നെ വെച്ച് ഷൂട്ട് ചെയ്തോളൂ, ഞാൻ ഒഴിവായേക്കാം. മുത്താരം മുത്തുണ്ട്, മുളനാഴിക്കുളിരുണ്ട്, മണിമാറിൽ മുത്തിയുറങ്ങാൻ കൂടെ പോരാമോ? അമ്മിളി മഞ്ചലിലേറാ തെളിമാനത്താറാടാം, ചന്ദനമാളിക തീർക്ക അതിലന്തി വിളക്കാവാ. മുത്താരം മുത്തുണ്ട്, മുളനാഴിക്കുളിരുണ്ട്, മണിമാറിൽ മുത്തിയുറങ്ങാൻ കൂടെ പോരാമോ?
പൂവായി നീ മാരിവിൽ ചില്ലമേ തൂമലർ തെന്നലാ എങ്ങെങ്ങും നിറമേകും വന്നങ്ങളെ മുത്താരം മുത്തുണ്ട് മുളനാഴിക്കുളിരുണ്ട് മണിമാറിൽ മുത്തിയുറങ്ങാൻ കൂടെ പോരാമോ മലയോരം മാമയിലെ പല നാളാനെഞ്ചിനകത്തൊരു മോഹം വിരിയുന്നു. കണ്ണാടി കൂടാരത്തിനീ മിന്നാമിരുങ്ങോ മിന്നീ എന്തിനൻ കൂട്ടിലെ കുഞ്ഞു പൂത്തുമ്പിയേ പന്നാരം പുന്നാരം താരാട്ടാനോ മുത്താരം മുത്തുണ്ടേ മുളനാഴിക്കുളിരുണ്ടേ മണിമാറിൽ മുത്തിയുറങ്ങാൻ കൂടെ പോരാമോ മലയോരം മാമയിലെ പല നാളാനെഞ്ചിനകത്തൊരു മോഹം വിരിയുന്നു. അമ്പിളി മഞ്ചലിലേറാ തെളിമാനത്താറാടാം ചന്ദന മാളിക തീർക്കാം